കഴിഞ്ഞ വർഷം നവംബർ 25-നാണ് ലണ്ടനിലെ കെൻസിംഗ്ടണിൽ ഉള്ള മാരിയറ്റ് ഹോട്ടലിൽ സൗദി രാജകുമാരനായ അബ്ദുള്ള ബിൻ ഹമദ് ബിൻ അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് ബിൻ അലവി അൽ സൗദ് മരണപ്പെടുന്നത്. 29 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. മദ്യവും മയക്കുമരുന്നും അമിതമായി കഴിച്ചതിനെ തുടർന്നാണ് സൗദി രാജകുമാരൻ മരിച്ചതെന്നാണ് പുറത്തുവന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇംഗ്ലണ്ടിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദിവസം പ്രതി €600 വാടകയുള്ള ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. 5-ാം നിലയിലെ മുറി വൃത്തിയാക്കാനെത്തിയ ഹോട്ടൽ ജീവനക്കാരനാണ് ശുചിമുറിയുടെ തറയിൽ നിലയിൽ അദ്ദേഹത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. അടിയന്തര വിഭാഗം ഉടൻ തന്നെ സ്ഥലത്തെത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ടോക്സിക്കോളജി പരിശോധനയിൽ രക്തത്തിൽ ഇംഗ്ലണ്ടിലെ നിയമപരമായ പരിധിയുടെ 3 ഇരട്ടിയോളം മദ്യത്തിന്റെ സാന്നിധ്യവും കണ്ടെത്തി. ഇതിനു പുറമെ സാധാരണയായി പാർട്ടി ഡ്രഗ് എന്നറിയപ്പെടുന്ന ഗാമ ഹൈഡ്രോക്സി ബ്യൂട്ടോറിറ്റിന്റെയും കഞ്ചാവ്, സാനക്സ് തുടങ്ങിയ മറ്റു മരുന്നുകളുടെയും സാന്നിധ്യം അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായി. ഈ ലഹരി വസ്തുക്കളുടെ മാരകമായ മിശ്രിതമാണ് ഹൃദയാഘാതത്തിലേക്ക് നയിച്ചതെന്ന് വൈദ്യശാസ്ത്ര വിദഗ്ധർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. അതേസമയം രാജകുമാരൻ സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചതായി സൂചിപ്പിക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിപ്പുകളോ ഇല്ലെന്ന് അസിസ്റ്റന്റ് കൊറോണർ ജീൻ ഹാർക്കിൻ അറിയിച്ചു. അബദ്ധത്തിൽ സംഭവിച്ച മരണമെന്ന് വിധിച്ച കോടതി ലഹരി ഉപയോഗം അമിതമായതാണ് മരണകാരണമെന്നും കണ്ടെത്തിയിരുന്നു. ഇന്നർ വെസ്റ്റ് ലണ്ടൻ കോർണേഴ്സ് കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ പ്രകാരം ഒരാഴ്ചത്തെ താമസത്തിനായി നവംബർ 19-ാം തീയതിയാണ് സൗദിയിലെ രാജകുമാരൻ ഈ ആഡംബര ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നത്. മരണപ്പെടുന്നതിന് മുൻപത്തെ ദിവസം വൈകുന്നേരം സിഗരറ്റ് വലിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് CCTVയിൽ പതിഞ്ഞ ജീവനോടെയുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ ദൃശ്യം. രാജകുമാരന്റെ രക്തത്തിലുണ്ടായിരുന്ന ഉയർന്ന അളവിലുള്ള മദ്യത്തിന്റെ സാന്നിധ്യം മാത്രം മതി ഒരാളെ കോമ സ്റ്റേജിലാക്കാൻ എന്ന് വിദഗ്ധർ കോടതിയെ അറിയിച്ചു. അതിനൊപ്പം കഞ്ചാവ്, മറ്റ് വിഷാദരോഗ മരുന്നുകൾ എന്നിവയുടെ സാന്നിധ്യവും സൗദി രാജകുമാരന്റെ രക്തപരിശോധനയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ കൂടിച്ചേരൽ ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയും ഒടുവിൽ അത് മരണത്തിന് കാരണമായി മാറി എന്നുമാണ് വൈദ്യശാസ്ത്ര വിദഗ്ധരുടെ നിഗമനം. മരണത്തിന് മുന്നേയും അബ്ദുള്ള രാജകുമാരൻ മദ്യപാനത്തിനും മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിനും അടിമപ്പെട്ടിരുന്നതായി കോടതി വ്യക്തമാക്കി. 2025 ഓഗസ്റ്റിൽ റോഹാംപ്ടണിലെ പ്രയോറി ക്ലിനിക്കിൽ പ്രവേശിച്ച അദ്ദേഹത്തെ ലഹരി വിമുക്ത ചികിത്സകൾക്ക് വിധേയനാക്കി. കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ വിക്ടോറിയ ചാമോറോ കോടതിയിൽ നൽകിയ മൊഴിയിൽ മാനസിക വിഷമവും ഉത്കണ്ഠയും കാരണമാണ് രാജകുമാരനെ അന്ന് അഡ്മിറ്റ് ആക്കിയതെന്നും ചികിത്സയോട് നന്നായി പ്രതികരിച്ച അദ്ദേഹം ശാരീരികമായ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഡീടോക്സ് പ്രോഗ്രാം പൂർത്തിയാക്കിയെന്നും പറഞ്ഞു. പിന്നീട് നിശ്ചയിച്ച അപ്പോയിന്റ്മെന്റുകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നുമില്ല. പ്രിയോറി ക്ലിനിക്കിലെ താമസത്തിന് ശേഷം മേഴ്സിസൈഡിലെ റെയിൻഫോർഡ് ഹോൾ ക്ലിനിക്കിലും അദ്ദേഹം തുടർ ചികിത്സ തേടിയിരുന്നു. ശ്വാസകോശത്തിലെ അണുബാധയിൽ നിന്നും മുക്തി നേടിയ ശേഷം ഒക്ടോബറിലാണ് അദ്ദേഹം അവിടെ നിന്നും സൗദിയിലേക്ക് മടങ്ങിയത്. അബ്ദുള്ള രാജകുമാരൻ സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചതായി സൂചിപ്പിക്കുന്ന യാതൊരു തെളിവും ഇല്ലെന്ന് അസിസ്റ്റന്റ് കൊറോണർ ജീൻ പാർക്കിൻ ഉറപ്പിച്ചു പറയുകയാണ്. ഈ കേസിൽ മൂന്നാമത് ഒരാളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും മരണത്തിന് മുമ്പുള്ള അവസാന മണിക്കൂറുകളിൽ അദ്ദേഹം തനിച്ചായിരുന്നു എന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കിയതായും അദ്ദേഹം പറയുന്നു.